അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഹറക്കത്തുകളെക്കുറിച്ചാണ്. ഇത്രയുമാണ് ഹറക്കത്തുകളുടെ കൂട്ടത്തിൽ വരുന്നത്. ഹറക്കത്ത് എന്ന് വെച്ചാൽ എന്താണ്? ചിഹ്നങ്ങൾ എന്നാണ് അർത്ഥം. ഹറക്കാത്തുൻ ചിഹ്നങ്ങൾ. ഏതൊക്കെയാണ് ചിഹ്നങ്ങൾ? അറബി ഭാഷയിലെ ചിഹ്നങ്ങളാണ് ഇതൊക്കെ. നോക്കൂ, ഫതഹ്, കിസർ, ലമ്മ, സുക്കൂൻ, ഫതഹ് തൻവീൻ, കിസർ തൻവീൻ, ലമ്മ തൻവീൻ. ഇവിടെ ഒരു വര ഇട്ടിട്ടുണ്ട്. ഈ വര അർത്ഥമാക്കുന്നത് എന്താണ്? അക്ഷരങ്ങളെയാണ് ഈ വര അർത്ഥമാക്കുന്നത്. അക്ഷരത്തിന് മുകളിൽ ഒരു ചെരിഞ്ഞ വര പോലെയാണ് ഫതഹിനെ നമ്മൾ ഇടുന്നത്. ഫതഹ് പോലെ തന്നെയാണ് കിസറോ എഴുതുന്നത്, പക്ഷേ അക്ഷരത്തിന് താഴെയായിട്ടായിരിക്കും കിസറ വരുന്നത്. ഇനി ചെറിയൊരു വാവ് പോലെയാണ് നമ്മൾ ലമ്മിടുന്നത്. കണ്ടോ? അത് അക്ഷരത്തിന് മുകളിലാണ് ഇടുന്നത്. അതുപോലെ തന്നെ അക്ഷരത്തിന് മുകളിലായി ചെറിയൊരു പൂജ്യം പോലെയാണ് നമ്മൾ സുക്കൂനിടുന്നത്. ഇനി രണ്ട് ഫതഹ വരുന്നതിനെ നമ്മൾ തൻവീൻ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫതഹ ആയതുകൊണ്ട് രണ്ട് ഫതഹ വരുമ്പോൾ ഫതഹ് തൻവീൻ എന്ന് പറയും. കിസർ രണ്ടെണ്ണം വരുമ്പോൾ എന്ത് പറയും? കിസർ തൻവീൻ. ഇനി ലമ്മ രണ്ടെണ്ണം വരുമ്പോൾ എങ്ങനെ പറയും? ലമ്മ തൻവീൻ. അപ്പോൾ ഈ ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കി. ഫതഹ്, കിസർ, ലമ്മ, സുക്കൂൻ. ഫതഹ് തൻവീൻ, കിസർ തൻവീൻ, ലമ്മ തൻവീൻ. ഫതഹ്, കിസർ, ലമ്മ, സുക്കൂൻ. ഫതഹ് തൻവീൻ, കിസർ തൻവീൻ, ലമ്മ തൻവീൻ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പരിചയപ്പെടാം. ഇതാണ് ഷദ്. കണ്ടോ? എന്താണിത്? ഷദ്. അപ്പോൾ ഒന്നും കൂടി നോക്കിയേ. ഫതഹ്, കിസർ, ലമ്മ, സുക്കൂൻ, ഫതഹ് തൻവീൻ, കിസർ തൻവീൻ, ലമ്മ തൻവീൻ, ഷദ്. ഫതഹ്, കിസർ, ലമ്മ, സുക്കൂൻ, ഫതഹ് തൻവീൻ, കിസർ തൻവീൻ, ലമ്മ തൻവീൻ, ഷദ്. ഇത്രയുമാണ് ഹറക്കത്തുകളുടെ വിഭാഗത്തിൽ വരുന്നത്. ഇനി നമുക്ക് ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ചിഹ്നമാണ് ഫതഹ്. ഫതഹ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആ എന്ന ഉച്ചാരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫതഹിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരക്ഷരത്തിനോടൊപ്പം ഫതഹ് ചിഹ്നം ഇടുമ്പോൾ ആ അക്ഷരത്തിൻ്റെ സൗണ്ടിനൊപ്പം നമ്മൾ ആ എന്ന സൗണ്ട് കൊടുക്കും. അത് വഴിയെ പറഞ്ഞു തരാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ബാക്കി കൂടി നമുക്ക് നോക്കാം. കിസറ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ എന്ന ഉച്ചാരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിസറ ചിഹ്നം ഉപയോഗിക്കുന്നത്. അടുത്തത് ലമ്മാണ്. ലം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഊ എന്ന ഉച്ചാരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ലം ഉപയോഗിക്കുന്നത്. അടുത്തത് വരുന്നത് സുക്കൂനാണ്. സുക്കൂൻ ഉപയോഗിക്കുന്നത് എന്ന സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്ക്, നേരത്തെ നമ്മൾ ഫതഹിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഫതഹ് തൻവീനെ കുറിച്ചാണ് പറയുന്നത്. ഫതഹ് തൻവീൻ വരുമ്പോൾ നമ്മൾ ഫതഹ് ഇടുമ്പോൾ ആ എന്നാണ് വായിച്ചതെങ്കിൽ ഫതഹ് തൻവീൻ ഇടുമ്പോൾ അൻ എന്ന് വായിക്കുന്നു. ഫതഹ് ഇടുമ്പോൾ ആ എന്ന് വായിക്കും. ഫതഹ് തൻവീൻ ഇടുമ്പോൾ അൻ എന്ന് വായിക്കും. അടുത്തത് കിസർ ഇടുമ്പോൾ ഇ എന്ന് വായിക്കും. കിസർ തൻവീൻ ഇടുമ്പോൾ ഇൻ എന്ന് വായിക്കും. ഫതഹ് ഇടുമ്പോൾ ആ എന്ന് വായിക്കും. ഫതഹ് തൻവീൻ ഇടുമ്പോൾ അൻ എന്ന് വായിക്കും. കിസർ ഇടുമ്പോൾ ഇ എന്ന് വായിക്കും. കിസർ തൻവീൻ ഇടുമ്പോൾ ഇൻ എന്ന് വായിക്കും. അടുത്തത് ലം ഇടുമ്പോൾ ഊ എന്ന് വായിക്കുമെങ്കിൽ ലമ്മ തൻവീൻ ഇടുമ്പോൾ ഉൻ എന്ന് വായിക്കും. അപ്പം നോക്കിയേ, ആ, ഇ, ഉ, അൻ, ഇൻ, ഉൻ. ഈ സൗണ്ടുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നത്? ഫതഹ്, കിസർ, ലമ്മ, സുക്കൂൻ, ഫതഹ് തൻവീൻ, കിസർ തൻവീൻ, ലമ്മ തൻവീൻ അല്ലേ? ഫതഹ് ഇടുമ്പോൾ ആ എന്ന് വായിക്കും. കിസർ ഇടുമ്പോൾ ഇ എന്ന് വായിക്കും. ലം ഇടുമ്പോൾ ഊ എന്ന് വായിക്കും. സുക്കൂൻ ഇടുമ്പോൾ എന്ന് വായിക്കും. ഫതഹ് തൻവീൻ ഇടുമ്പോൾ അൻ എന്ന് വായിക്കും. കിസർ തൻവീൻ ഇടുമ്പോൾ ഇൻ എന്ന് വായിക്കും. ലമ്മ തൻവീൻ ഇടുമ്പോൾ ഉൻ എന്ന് വായിക്കും. ഇനി അടുത്തത് ഷദ്ദാണുള്ളത്. ഷദ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരക്ഷരത്തിനെ ഇരട്ടിപ്പിച്ച് വായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷദ് ഇടുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ക എന്നൊരു അക്ഷരമാണെങ്കിൽ ഷദ് ഇടുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കണം? ഇക്ക എന്ന് വായിക്കണം. അതായത് ക എന്ന അക്ഷരം ഷദ് ഇട്ട് ക എന്ന അക്ഷരത്തിന് ഷദ് ഇടുകയാണെങ്കിൽ നമ്മളെങ്ങനെ വായിക്കും? ക എന്ന് വായിക്കും. ല എന്ന അക്ഷരത്തിന് ഷദ് ഇടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ വായിക്കും? ല എന്ന് വായിക്കും.
ല ലായായി മാറി, ക കായായി മാറി. എങ്ങനെയാണ് മാറിയത്? ഷദ് മുഖേന അല്ലേ? ഷദ് ഇട്ട് കൊടുത്തപ്പോൾ ക കായായി, ല ലായായി. അപ്പോൾ എന്തിനാണ് നമ്മൾ ഷദ് ഉപയോഗിക്കുന്നത്? ഇരട്ടിപ്പിച്ച് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ എന്ന് വായിക്കാൻ ഏത് ചിഹ്നം ഇടുന്നത്? ഫതഹ് ചിഹ്നം ഇടും. ഈ എന്ന് വായിക്കാൻ കിസർ ചിഹ്നം ഇടും. ഉ എന്ന് വായിക്കാൻ ലമ്മ ചിഹ്നം ഇടും. എ എന്ന് വായിക്കാൻ സുക്കൂൻ ചിഹ്നം ഇടും. അൻ എന്ന് വായിക്കാൻ ഫതഹ് തൻവീൻ ഇടും. ഇൻ എന്ന് വായിക്കാൻ കിസർ തൻവീൻ ഇടും. ഉൻ എന്ന് വായിക്കാൻ ലമ്മ തൻവീൻ ഇടും. ഇനി നമുക്ക് ഒരക്ഷരത്തിനെ ഇരട്ടിപ്പിച്ച് വായിക്കാനാണെങ്കിൽ ഷദ്ദും ഇടും. അപ്പോൾ ചിഹ്നങ്ങളുടെ പേരുകളൊന്നും കൂടെ വായിച്ചേ, ഒന്ന് പറഞ്ഞേ. ഫതഹ്, കിസർ, ലമ്മ, സുക്കൂൻ, ഫതഹ് തൻവീൻ, കിസർ തൻവീൻ, ലമ്മ തൻവീൻ, ഷദ്. ഫതഹ്, ഫതഹ്, കിസർ, ലമ്മ, സുക്കൂൻ, ഫതഹ് തൻവീൻ, കിസർ തൻവീൻ, ലമ്മ തൻവീൻ, ഷദ്. ഫതഹ് ഉപയോഗിക്കുന്നത് ആ എന്ന് വായിക്കാൻ, കിസർ ഉപയോഗിക്കുന്നത് ഈ എന്ന് വായിക്കാൻ, ലമ്മ ഉപയോഗിക്കുന്നത് ഉ എന്ന് വായിക്കാൻ, സുക്കൂൻ ഉപയോഗിക്കുന്നത് എ എന്ന് വായിക്കാൻ, ഫതഹ് തൻവീൻ അൻ എന്ന് വായിക്കാൻ, കിസർ തൻവീൻ ഇൻ എന്ന് വായിക്കാൻ, ലമ്മ തൻവീൻ ഉൻ എന്ന് വായിക്കാൻ, ഷദ് ഇരട്ടിപ്പിച്ച് വായിക്കാൻ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഫതഹ് ഉപയോഗിച്ച് അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്നും വായിക്കുന്നതെന്നും പഠിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.